ദൈവജനമേ, ആബാപിതാവ് മോശ വഴി നമുക്ക് നൽകിയ 10 കൽപ്പനകളെക്കുറിച്ച് പ്രതിപാദിക്കുന്ന 10 എപ്പിസോഡുകളുള്ള ഈ സീരീസിലേക്ക് കർത്തൃനാമത്തിൽ സ്വാഗതം. ദ കാറ്റക്കിസം ഓഫ് ദ കാത്തലിക് ചർച്ച്, കത്തോലിക്ക സഭയുടെ മതബോധനവുമായി ബന്ധപ്പെട്ട് ഓരോ കൽപ്പനയും നമുക്ക് വ്യക്തതയോടുകൂടി വിശകലനം ചെയ്യാം. ഇത് അവസാന കാലത്തെ ഒരു ചെറിയ ഓർമ്മപ്പെടുത്തൽ മാത്രം. നമ്മുടെ പ്രവൃത്തികൾ തന്നെ വിധി ദിവസം നമ്മെ വിധിക്കുമെന്ന് വിശുദ്ധ വേദപുസ്തകം സാക്ഷ്യപ്പെടുത്തുന്നു. ക്രൈസ്തവർക്കും അക്രൈസ്തവർക്കും ഒരുപോലെ ഉപകരിക്കപ്പെടുന്ന രീതിയിലാണ് 10 കൽപ്പനകളുടെ എപ്പിസോഡ് തയ്യാറാക്കിയിരിക്കുന്നത്. കർത്താവിൻ്റെ വരവിനായി നമുക്ക് കരുതലോടെ, വളരെ താല്പര്യത്തോടെ തയ്യാറെടുക്കാം. നമ്മുടെയും നമുക്ക് ദൈവം തന്നിരിക്കുന്ന എല്ലാവരുടെയും നിത്യരക്ഷയ്ക്ക് വേണ്ടി. സഹോദരങ്ങളെ, 4-ാമത്തെ കൽപ്പനയായ നിൻ്റെ പിതാവിനെയും മാതാവിനെയും ബഹുമാനിക്കുക എന്നത് ദൈവിക നിയമത്തിൻ്റെയും വെളിപാടിൻ്റെയും അടിസ്ഥാന ശിലയാണ്. നമ്മുടെ ജീവിതത്തിൽ ദൈവസ്നേഹത്തിൻ്റെയും കരുതലിൻ്റെയും ആദ്യ ദൃശ്യ പ്രതീകങ്ങളായി മാതാപിതാക്കളെ കാണുവാനും അവരെ അനുസരിക്കാനും ബഹുമാനിക്കുവാനും ഈ കൽപ്പന നമ്മെ ഓരോരുത്തരെയും ക്ഷണിക്കുന്നു. ഈ 4-ാമത്തെ കൽപ്പന ഒരു ദൈവിക നിർദ്ദേശം മാത്രമല്ല, കുടുംബ ബന്ധങ്ങളുടെയും അതുവഴി സമൂഹത്തിൻ്റെയും അടിസ്ഥാനമായി വർത്തിക്കുന്ന ഒരു ദൈവിക കൽപ്പനയാണ്, അനുശാസനമാണ്. ദ കാറ്റക്കിസം ഓഫ് ദ കാത്തലിക് ചർച്ച്, കത്തോലിക്ക മതബോധനം പഠിപ്പിക്കുന്നത് പോലെ ഈ കൽപ്പന ദൈവത്തോടും അയൽക്കാരനോടുമുള്ള നമ്മുടെ ബന്ധങ്ങൾക്ക് അടിത്തറയിടുകയും നന്ദി, ആദരവ്, മക്കളുടെ സ്നേഹം എന്നീ മൂല്യങ്ങൾ വളർത്തുകയും ചെയ്യുന്നു. നമ്മുടെ മാതാപിതാക്കൾ അവരുടെ കുറവുകൾ എന്തു തന്നെയായാലും നമ്മളെ ഈ ലോകത്തിലേക്ക് കൊണ്ടുവരാനും പോറ്റി വളർത്താനും ദൈവം തിരഞ്ഞെടുത്തവരാണ്. ദാറ്റ് വാസ് നെവർ ആർ ഡിസിഷൻ. 4-ാം കൽപ്പനയെക്കുറിച്ചുള്ള വീക്ഷണം ഇന്നത്തെ കുടുംബജീവിതത്തിൻ്റെ പശ്ചാത്തലത്തിൽ മാതാപിതാക്കളെ ആദരിക്കുന്നതിൻ്റെയും പരിപാലിക്കുന്നതിൻ്റെയും പ്രാധാന്യം ഊന്നി പറയുന്നു. ഇന്നത്തെ നമ്മുടെ ലോകത്തിൽ, പ്രത്യേകിച്ച് കുടുംബ ജീവിത രീതികളും സ്വാർത്ഥപരമായ ജീവിത ശൈലികളുടെയും പശ്ചാത്തലത്തിൽ ഈ ഗുരുതരമായ വെല്ലുവിളികൾ നാം നിരന്തരം നേരിടുന്നുണ്ട്. പ്രായമായ മാതാപിതാക്കളുടെ ക്ഷേമത്തേക്കാൾ വ്യക്തിപരമായ സൗകര്യങ്ങൾക്കും സ്വാർത്ഥപരമായ ആഗ്രഹങ്ങൾക്കും തൊഴിൽപരമായ അഭിലാഷങ്ങൾക്കും മുൻഗണന നൽകാനുള്ള പ്രവണത വർദ്ധിച്ചു വരുന്നു. മാതാപിതാക്കളെ പരിചരിക്കാനുള്ള ഉത്തരവാദിത്വം ശമ്പളം വാങ്ങുന്ന പരിചാരകരെ മാത്രം ഏൽപ്പിക്കുകയോ അതിലും മോശമായി അവരുമായി വ്യക്തിപരമായ ബന്ധം പുലർത്താതെ വൃദ്ധസദനങ്ങളിൽ ഉപേക്ഷിക്കുകയോ ചെയ്യുന്നത് അവരെ ആദരിക്കുന്നതിലും ബഹുമാനിക്കുന്നതിലുമുള്ള വലിയൊരു ജീവിത പരാജയമായി മാറിക്കഴിഞ്ഞു. മരിക്കുമ്പോൾ റീത്ത് വയ്ക്കാനും നിലവിളിച്ച് പൊട്ടിക്കരയാനും ബിഷപ്പിനെയും കർദിനാൾമാരെയും വിളിച്ച് പ്രസംഗിപ്പിക്കാനും ഫോട്ടോയും വീഡിയോയും എടുക്കുവാനുള്ള ഒരു ആർട്ടിഫിഷ്യൽ ഇവൻ്റായി, കാണിച്ചുകൂട്ടൽ മാത്രം ആയി മാറിക്കഴിഞ്ഞു പ്രായമായ മാതാപിതാക്കളുടെ പരിചരണം. My dear brothers and sisters in Christ Jesus, quite unfortunately, this is leaving an indelible mark in the minds of our children, who are certainly going to follow suit with you and I being at the receiving end, treated the very same way we treated our parents in their challenging times, especially during old age. How sad and terrible is our state of life today. What have we brought us into? This is an abomination before God the Father. Have no doubts about it. മാതാപിതാക്കളുടെ മൂല്യത്തെയും മാന്യതയെയും അവഗണിക്കുന്നത് അവർക്ക് ആഴത്തിലുള്ള മുറിവേൽപ്പിക്കുക മാത്രമല്ല, നമ്മുടെ കുടുംബങ്ങളുടെയും സമൂഹത്തിൻ്റെയും ധാർമ്മിക അടിത്തറയെ തന്നെ നശിപ്പിക്കുകയും ചെയ്യുന്നു. 2013 ഫ്രാൻസിസ് മാർപ്പാപ്പ നൽകിയ ഒരു പ്രഭാഷണത്തിൽ പ്രായമായവരെ ഉപേക്ഷിക്കുന്നത് ഒരു പാപമാണെന്ന് ശക്തമായി ഓർമ്മിപ്പിക്കുകയും അവരുടെ പ്രായത്തെയും ജ്ഞാനത്തെയും വിലമതിക്കാൻ നമ്മെ പ്രേരിപ്പിക്കുകയും ഓർമ്മിപ്പിക്കുകയും ചെയ്തു. സ്വാർത്ഥതയിൽ നിന്ന് ഉടലെടുക്കുന്ന ഇത്തരം പ്രവൃത്തികൾ ഒടുവിൽ നമ്മുടെ സ്വന്തം അടിത്തറയെ തന്നെ തകർക്കും, സംശയം വേണ്ട. ഈ 4-ാം കൽപ്പന അവഗണിക്കുന്നതിൻ്റെ പ്രത്യാഘാതങ്ങൾ കുടുംബത്തിനുമപ്പുറം വ്യാപിക്കുന്നു. ഇന്നത്തെ നമ്മുടെ പ്രവൃത്തികൾ ഭാവി തലമുറകളുടെ പെരുമാറ്റത്തെ രൂപപ്പെടുത്തും. ഇന്ന് ലോകത്ത് കാണുന്ന ധാർമ്മിക ശോഷണം ഭാഗികമായി സ്നേഹവും അനുകമ്പയുമില്ലാത്ത സ്വാർത്ഥരായ വ്യക്തികളെ വളർത്തുന്നതിൻ്റെ ഫലമാണ്. മാതാപിതാക്കളെ ഉപേക്ഷിക്കുകയാണെങ്കിൽ
ദൈവം നമ്മുടെ പ്രാർത്ഥനകൾ കേൾക്കുമോ? 1 യോഹന്നാൻ 4:20 നമ്മെ ഓർമ്മിപ്പിക്കുന്നു, താൻ കണ്ടിട്ടുള്ള സഹോദരനെ സ്നേഹിക്കാത്തവന് കാണാത്ത ദൈവത്തെ സ്നേഹിക്കാൻ സാധിക്കുകയില്ല. ഇത് മാതാപിതാക്കളുടെ കാര്യത്തിൽ അതിലേറെ പ്രാധാന്യമർഹിക്കുന്നു. കാരണം നമ്മളെ പരിചരിക്കാൻ ദൈവം ഏൽപ്പിച്ചവരാണ് അവർ. അത് ദൈവ തീരുമാനമായിരുന്നു. അവർ ചെയ്യേണ്ടതായ ഉത്തരവാദിത്വങ്ങൾ നിറവേറ്റിയോ ഇല്ലയോ എന്നുള്ളതിൻ്റെ കണക്കെടുപ്പ് മക്കളായ നാം നടത്തുവാൻ ദൈവം നമ്മെ ഏൽപ്പിച്ചിട്ടില്ല. എന്നാൽ ക്ഷമിക്കുവാൻ നമ്മോട് അവിടുന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ട്. ക്രിസ്ത്യാനികൾ എന്ന നിലയിൽ മാതാപിതാക്കളെ വാക്കുകളിൽ മാത്രമല്ല പ്രവൃത്തികളിലും നാം ആദരിക്കണം. ഈ കൽപ്പന നമ്മുടെ കുടുംബങ്ങളിലും കൂട്ടായ്മകളിലും സഭയിലും യാഥാർത്ഥ്യമാക്കണം. വിശുദ്ധ ലൂയിജി ഗുവനെല്ല പഠിപ്പിച്ചതുപോലെ ചാരിറ്റി ബിഗിൻസ് അറ്റ് ഹോം. മാതാപിതാക്കളെ ആദരിക്കുന്നത് ഒരു ക്രിസ്ത്യാനിയുടെ കടമയാണ്, ദൈവകൽപ്പനയാണ്. വിശുദ്ധ റോബർട്ട് ബെലർമിൻ ഓർമ്മിപ്പിച്ചതുപോലെ മാതാപിതാക്കൾക്ക് നൽകുന്ന ആദരവ് ദൈവത്തിന് നൽകുന്ന ആദരവാണ്. സഹോദര സഹോദരി, മാതാപിതാക്കളെ സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്നതിലൂടെയും പ്രായമായവരെ പരിചരിക്കുന്നതിലൂടെയും ഈ കൽപ്പന അനുസരിക്കാൻ നമുക്ക് കഴിയണം. എണ്ണയുള്ളപ്പോൾ വിളക്ക് കത്തുന്നുണ്ടെന്ന് ഉറപ്പാക്കുന്ന ഒരു ക്രിസ്തീയ ജീവിതം നയിക്കാൻ ഈ നിമിഷം നമുക്ക് ദൃഢനിശ്ചയം ചെയ്യാം.